So the next topic is types of motives. So there are mainly three types of motives according to our syllabus. There are other motives also, but we'll be only handling with these three motives. ഏതൊക്കെയാണ്? Primary motives, general motives and secondary motives. Okay, ഏതൊക്കെയാ? Primary, general, secondary. പ്രൈമറി മോട്ടീവ്സ് പ്രൈമറി ആവുന്നത് എപ്പോഴാണ്? അതിന് രണ്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴാണ്. ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ഇറ്റ് ഷുഡ് ബി അൺലേൺഡ് ആയിരിക്കണം. അൺലേൺഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ പറയില്ലേ പണ്ടത്തെ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് പറയുന്ന പോലെ, അല്ലെ അൺകണ്ടീഷണൽ റെസ്പോൺസ് പോലെ നമ്മൾ പഠിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മോട്ടീവിനെയാണ് പ്രൈമറി മോട്ടീവ് ആവുന്ന ഒരു കണ്ടീഷൻ. രണ്ടാമത്തേത് ഇറ്റ് മസ്റ്റ് ബി ഫിസിയോളജിക്കലി ബേസ്ഡ്, അതായത് ഇറ്റ് ഷുഡ് ഹാവ് സം റിലേഷൻ ടു യുവർ ഫിസിയോളജി. സോ ബേസിക്കലി താഴെ പറയുന്നതെല്ലാമാണ് നോർമലി നമ്മുടെ പ്രൈമറി മോട്ടീവ്സ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തേത് ഹങ്കർ ഉണ്ട്, തേഴ്സ്റ്റ്, സ്ലീപ്പ്, അവോയ്ഡൻസ് ഓഫ് പെയിൻ, സെക്സ്, മറ്റേണൽ കൺസേൺ. ഇതെല്ലാം എന്താണ്? നിങ്ങളുടെ പ്രൈമറി മോട്ടീവ്സിൽ വരുന്നതാണ്. ഒന്നോടെയും പറയാം, വിശപ്പ്, ദാഹം, ഉറക്കം, വേദന ഒഴിവാക്കാനുള്ള ടെൻഡൻസി, സെക്സ്, ഒരു അമ്മയുടെ ഫീലിംഗ്, ഇതെല്ലാം എന്താണ്? സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇറ്റ്സ് എ പ്രൈമറി മോട്ടീവ്. ബിക്കോസ് ഇത് അൺലേൺഡ് ആണ്, ആരും നമ്മളെ പഠിപ്പിച്ചതല്ല. പിന്നെ ഇതെല്ലാം ഒരു ഫിസിയോളജിക്കൽ ബേസ്ഡ് ആണ്. അടുത്തത് ബിക്കോസ് പീപ്പിൾ ഹാവ് ദ സെയിം ബേസിക് ഫിസിയോളജിക്കൽ. അപ്പം നമുക്കറിയാം എല്ലാ മനുഷ്യനും ഏകദേശം ഒരേ ഫിസിയോളജിക്കൽ മേക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി കാണുന്നതല്ല, നമ്മുടെ ഹെറിഡിറ്ററി വൈസ്, നോട്ട് ഹെറിഡിറ്ററി, ബോഡി ബിൽഡ് വെച്ച് ഒരുപോലെ ആയതുകൊണ്ട് വി ഓൾ എസെൻഷ്യലി ഹാവ് ദ സെയിം പ്രൈമറി നീഡ്സ് എന്നാണ് പറയുന്നത്. സോ മെയിനായിട്ട് രണ്ട് പോയിന്റ്സേ ഉള്ളൂ. ടു ക്രൈറ്റീരിയ ഉണ്ട്, അൺലേൺഡും ഫിസിയോളജിക്കൽ ബേസ്ഡും ആണ്. ആൻഡ് സിൻസ് വി ഓൾ ഹാവ് ദ സെയിം, all human beings have same physiological makeup ആയതുകൊണ്ട് തന്നെ we all have essentially the same primary needs. അടുത്തതാണ് what are general motives. അപ്പോൾ ആക്ച്വലി ഇത് പറയുമ്പോൾ ഈ ജനറൽ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ചില ബുക്സിലേ ഉണ്ടാകത്തുള്ളൂ. സോ ഇത്രയും ഓർത്താൽ മതി. പ്രൈമറിയും സെക്കൻഡറിയും അല്ലാത്ത നമ്മുടെ നീഡ്സ് ആണ് നോർമലി ജനറൽ എന്ന് പറയുന്നത്. സോ മിസ് ഈ ജനറൽ പറയുന്നതിന് മുമ്പ് മിസ് ജസ്റ്റ് സെക്കൻഡറി എന്ന് പറയാം. സെക്കൻഡറി നീഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്നുണ്ടോ എ മോട്ടീവ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്? അൺലേൺഡ് ആയിരിക്കണം, ഫിസിയോളജിക്കൽ ആയിരിക്കണം. അപ്പോൾ സെക്കൻഡറി എന്തായിരിക്കും? ലേൺഡ് ആയിരിക്കും. അതായത് നമ്മൾ ഓവർ ദ ടൈം, അക്വയർഡ് ഓവർ ദ ടൈം ലേൺഡ് ആയിട്ടുള്ള നീഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി മോട്ടീവ്സ് എന്ന് നീഡ്സ് അല്ല കേട്ടോ, മോട്ടീവ്സിനെയാണ് സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രീ മോട്ടീവ്സ് ആണ് സെക്കൻഡറി മോട്ടീവ്സ്. അതായത് പഠിച്ച് നമ്മൾ സ്കൂളിൽ പോയും സമൂഹത്തിൻ്റെ ഭാഗമായിട്ടും സൊസൈറ്റി ത്രൂ ദ സോഷ്യലൈസിങ് പ്രോസസ്സിലൂടെ നമ്മൾ കിട്ടിയ മോട്ടീവ്സ് ആണ്. ഒന്ന് നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ. ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമുക്ക് വാട്ട് ആർ ജനറൽ മോട്ടീവ്സ് എന്ന് പറയാം. അപ്പം നമ്മൾ പറഞ്ഞു പ്രൈമറി ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ഫിസിയോളജിക്കൽ ആയിരിക്കണം, അൺലേൺഡ് ആയിരിക്കണം. അപ്പം ജനറൽ ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇറ്റ്സ് വെൻ ഇറ്റ് ഈസ് നോട്ട് ലേൺഡ്, അതായത് സെക്കൻഡറി അല്ല പക്ഷേ ഫിസിയോളജിക്കൽ ബേസും ഇല്ല. ഈ രണ്ടും ഇല്ലാത്തപ്പോൾ ഉള്ള നീഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനറൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്. എ മോട്ടീവ്സ് ഇസ് കൺസിഡേർഡ് ടു ബി എ ജനറൽ മോട്ടീവ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ലേൺഡ്. ലേൺഡ് ആകുമ്പോൾ എന്താവും? സെക്കൻഡറി ആവും. സോ ഇറ്റ്സ് നോട്ട് ലേൺഡ് ബട്ട് ഓൾസോ നോട്ട് ബേസ്ഡ് ഓൺ ഫിസിയോളജിക്കൽ. മുമ്പത്തേനകത്ത് പറഞ്ഞായിരുന്നു പ്രൈമറിക്കകത്ത് ഫിസിയോളജിക്കൽ ബേസ് വേണം. പക്ഷെ ഇവിടെ ഒരു ഫിസിയോളജിക്കൽ ബേസും ഇല്ല, നീഡും ഇല്ല, ലേൺഡും അല്ല. അതുപോലെ തന്നെ ജനറൽ മോട്ടീവ് സ്റ്റിമുലേറ്റ് ടെൻഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ. നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെയോ കുറച്ച് എന്താ പറയുന്നത് ടെൻഷനെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്ത് അതൊരു മോട്ടീവ് ആകുക. ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദർ ഈസ് ആ ഇംബാലൻസ് സ്റ്റേറ്റിൽ നമുക്ക് തോന്നുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ടെൻഷനെയാണ് ഈ ജനറൽ മോട്ടീവ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞില്ല, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യൂരിയോസിറ്റി, മാനിപ്പുലേഷൻ, മോട്ടീവ് ടു റിമെയിൻ ആക്റ്റീവ്, അഫെക്ഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പം എന്താ പറയുക, ഇപ്പം ഞാനിപ്പോഴും ഇവിടെ എക്സാമ്പിൾ പറയേ, കുഞ്ഞിനെ എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞിനെ എടുക്കുന്നത് നമുക്ക് മറ്റേണൽ കൺസേൺ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ നമുക്കൊരു സൂത്തനിങ് എഫക്റ്റ്, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. സോ ബേസിക്കലി നമ്മുടെ അഫെക്ഷൻ മോട്ടീവിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മളൊരു കുഞ്ഞിനെ എടുക്കുന്നത്. അല്ലാണ്ട് കുഞ്ഞിനെ എടുക്കുന്ന വഴി കുഞ്ഞിനല്ല അവിടെ ഒരു എന്താ പറയുന്ന ആ കൊച്ചിനെയാണോ നമ്മൾ എന്താ പറയുന്ന ഹാപ്പി ആക്കുന്നത്? നോ.
നോ, നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചു നോക്കിയേ. ബേസിക്കലി നമുക്ക് ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഒരു കംഫർട്ടും ഒരു എന്താ പറയുന്നത് ഒരു കുഷ്യൻ പാവേനെ എടുക്കുന്ന ഫീലിങ്ങും ഒക്കെ അങ്ങനത്തെ ഒരു ആക്ച്വലി യു ആർ ഡിസ്പ്ലേയിങ് യുവർ അഫെക്ഷൻ ആണ്, ആൻഡ് ദാറ്റ് ഈസ് എ ജനറൽ മോട്ടീവ് ആൻഡ് മോട്ടീവ് ടു റിമെയിൻ ആക്റ്റീവ്. നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്തോ ഒരു വിഷമാണ്, ഒരു ടെൻഷൻ ഉണ്ടാവും. സോ ഈ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ള ആ ടെൻഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സച്ച് മോട്ടീവ്സ് എല്ലാവർക്കും ഉണ്ടെന്നും മിസ് പറയണില്ല, അതിവിടെ എഴുതിയിട്ടുമില്ല. സോ ദർ ആർ certain motives which make you to remain active. പിന്നെ ക്യൂരിയോസിറ്റി, നമ്മൾ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ എന്താ അത് ഒരു ത്വര, വാട്ട് ഈസ് ദാറ്റ്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ ഈ റെക്കോർഡിങ് എഴുതുമ്പോൾ എന്തായിരിക്കും ഈ മിസ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കും, എൻ്റെ സൗണ്ടിൻ്റെ പേസും ഒക്കെ നോക്കും, വേണ്ട പോട്ടെ എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ബേസിക്കലി നിങ്ങളുടെ ക്യൂരിയോസിറ്റി മോട്ടീവാണ് അവിടെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനേയും അതിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, വി ഹാവ് ദറ്റ് മാനിപ്പുലേഷൻ ടെൻഡൻസി എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എല്ലാത്തിനെയും നമ്മുടേതായ രീതിയിലേക്കൊക്കെ മാറ്റുന്നതായിരിക്കാം. സോ ക്യൂരിയോസിറ്റി, മാനിപ്പുലേഷൻ, ആക്ടിവിറ്റി motives are very beneficial for a person as they often result in innovations. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ പറഞ്ഞാൽ മാനിപ്പുലേഷൻ ആയിക്കോട്ടെ, ക്യൂരിയോസിറ്റി ആയിക്കോട്ടെ, ആക്ടിവിറ്റി മോട്ടീവ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, നമ്മൾ പുതിയ കാര്യങ്ങൾ, ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ബെറ്റർ വേയിലും, ഇതെല്ലാം ഒരുപോലെ. ഇപ്പം ക്യൂരിയോസിറ്റി ആണല്ലോ നമ്മളെ കൊണ്ട് ക്രിയേറ്റീവ് ആക്കുന്നത്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം കിട്ടി നമ്മളതിനെ വേറെ ആയിട്ട്, ഇപ്പോൾ ഷെഫ്സ് കുക്കിങ്ങിനകത്തൊക്കെ ഇല്ലേ, എന്താണ് ഒരേ സാധനം തന്നെ പല ഷെഫിന് കിട്ടുമ്പോൾ പല രീതിയിലാണ്. ബേസിക്കലി ഇറ്റ്സ് എ മാനിപ്പുലേഷൻ. അതായത് സൈക്കോളജിക്കൽ അല്ല മിസ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ദേ ആർ ചേഞ്ചിങ് ഇറ്റ് അല്ലേ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ നമ്മളാണ് വിചാരിക്കുക മുട്ട അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അവരെന്താണ് അതിനെയും കൊണ്ടൊരു ആക്ടിവിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ദേ ഹാവ് ദാറ്റ് ടെൻഡൻസി ടു ഡു തിങ്സ് ഇൻ എ ബെറ്റർ വേ. സോ ദിസ് ഇസ് ഇന്നോവേഷനിലേക്ക് ബെറ്റർ വേയിൽ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന നീഡ്സ് ആണ് ഈ പറയുന്ന ക്യൂരിയോസിറ്റിയും മാനിപ്പുലേഷനും ആക്ടിവിറ്റിയും എല്ലാം. പിന്നെ അഫെക്ഷൻ മോട്ടീവ്, ഇത് കണ്ടോ, ലവ് സംടൈംസ് റിസംബിൾസ് പ്രൈമറി മോട്ടീവ്, സംടൈംസ് സെക്കൻഡറി മോട്ടീവ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ അഫെക്ഷൻ മോട്ടീവ് ഇപ്പോൾ സെക്സിലേക്ക് പോകുമ്പോൾ അതൊരു പ്രൈമറിയും ആകും, അഫിലിയേഷനിലേക്ക് പോകുമ്പോൾ അത് സെക്കൻഡറി ആകും. അത് രണ്ടും അല്ലാത്തൊരു നീഡിലേക്ക് വരുന്നതാണ് അഫെക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. സോ മേ ബി ഒരു പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, എല്ലാ ടെക്സ്റ്റിലൊന്നും ഇല്ലെങ്കിലും സിലബസിൽ നമുക്ക് ഈ 3 മോട്ടീവ്സും ഉള്ളത് കൊണ്ട് ജനറൽ മോട്ടീവും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ബേസിക്കലി നമ്മൾ പറയുമ്പോൾ there are 2 motives, primary and secondary. Primary is unlearn, whereas secondary is learn. ഇനി സെക്കൻഡറിയുടെ 3 മെയിൻ ആയിട്ടുള്ള 3 പിന്നെ 2 എണ്ണം കൂടെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് 3 മോട്ടീവ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പവർ മോട്ടീവ്. പവർ മോട്ടീവിൻ്റെ ബേസിക് ആയിട്ടുള്ള പയനിയറിങ്, ആദ്യമായിട്ട് പവർ മോട്ടീവിൻ്റെ ലീഡിങ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, അതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞ ഒരു ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ആൽഫ്രഡ് അഡ്ലർ ആണ്. ഓർമ്മയുണ്ടല്ലോ, ആൽഫ്രഡ് അഡ്ലർ, ഹു ഇസ് ദ ഫാദർ ഓഫ് individual psychology. Okay, so the person tries to compensate for feelings. അപ്പോൾ ഇവിടെ പറയുന്നത് ആർക്കാണ് ഈ പവർ മോട്ടീവ് തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞില്ലേ അഡ്ലർ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു ടേം എന്തായിരുന്നു, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചും കോമ്പൻസേഷനെ കുറിച്ചും സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻഫീരിയർ ആയിട്ട് ഫീലിങ്സ് ഉള്ളവർ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവറായിട്ട് പവർ കാണിക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്, അഡ്ലർ പറഞ്ഞത്. ആൻഡ് ഓൾസോ ട്രൈസ് ടു ഫുൾഫിൽ. അപ്പോൾ അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും ഒരു നീഡ് ഫോർ പവർ ഉണ്ട്. എന്നെ എല്ലാവരും കേൾക്കണം, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എന്നുള്ള ഒരു ഇന്നേറ്റ് നീഡ് ഫോർ പവർ ഉണ്ട്. അതൊരു ഫാക്ട്. പ്ലസ് നമ്മുടെ ഉള്ളിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഇത് കോമ്പൻസേറ്റ് ചെയ്യണം. അതായത് എൻ്റെ ഉള്ളിലെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ ഞാൻ എന്ത് ചെയ്യണം, തകർക്കണമല്ലോ, അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യണമല്ലോ. ഇതും രണ്ടും കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പവർ മോട്ടീവ് ഉണ്ടാകുന്നത്. നമ്മളെപ്പോഴും പറയില്ലേ, ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന ഒരു ഡയലോഗാണ്, ദുർബലരാണ് എപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യുകയും മറ്റുള്ളവരെ എന്താ പറയുന്നത് ചൂഷണം ചെയ്യുകയും, അല്ലെങ്കിൽ എന്താ പറയുക, ബേസിക്കലി ഇറ്റ്സ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ, അതായത് നമ്മൾ ആരെയാണോ നമുക്ക് പവർ ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഇൻഫീരിയർ ആയിട്ട് കാണുമ്പോഴാണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മുടെ പവറും കൊണ്ട് വിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ,
സോ കോമ്പൻസേറ്റിംഗ്, അപ്പം നമ്മുടെ ഇൻഫീരിയോറിറ്റി ഫീലിങ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ ഒരു നീഡ് ഫോർ പവറും ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഈ പവർ വേണം എന്നുള്ള ലൈഫ് സ്റ്റൈലിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ സഹായിക്കും. മീൻ ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ. അപ്പം ഇത് രണ്ടും ഉണ്ട് ഒരാളിൽ. എന്ത്? ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഉണ്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ ശ്രമിക്കും. എൻ്റെ ഈ കുറവ് നികത്താൻ ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്ലസ് എൻ്റെ ഉള്ളിൽ എല്ലാവരിലും ഉള്ള പോലെ ഒരു നീഡ് ഫോർ പവറും ഉണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും? എനിക്ക് പവർ മോട്ടീവ് കൂടുതലായിരിക്കും. ഓക്കെ, പവർ മോട്ടീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതെൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു ആൽഫ്രഡ് അഡ്ലർ. രണ്ടാമത്തെ മേജർ പവർ മോട്ടീവാണ്, സെക്കൻഡറി മോട്ടീവാണ് അച്ചീവ്മെന്റ് മോട്ടീവ്. ആരാ അതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആള്? ഡേവിഡ് സി മക്കലൻഡ്. ഈ പേര് നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കണം. ഡേവിഡ് സി മക്കലൻഡ് പറയുന്നത് describes it as a person's desire to perform excellently or to handle complex or competitive situations successfully. അതായത് എന്ത് കാര്യവും എക്സലൻ്റ് ആയിട്ട് ചെയ്യാനും കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനെ, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനെ സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മുടെ ഒരു മോട്ടീവ്, ഒരു കഴിവിനെ അല്ലെങ്കിൽ ഒരു ത്വരേനെ പറയുന്ന അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനെ പറയുന്ന പേരാണ് അച്ചീവ്മെന്റ് മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ഇപ്പം ഞാനെപ്പോഴും എൻ്റെ കുട്ടിയോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ മറ്റുള്ളവർ കുറ്റം പറയരുത് എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഇൻറ്റൻഷനോട് കൂടി നമ്മളൊരു ചെയ്യുക. ദാറ്റ് നോബഡി എൽസ് വിൽ ക്രിട്ടിസൈസ് ഇൻ എനി ഓഫ് യുവർ ബിഹേവിയർ. അങ്ങനെ ചെയ്താൽ അത് ആക്ച്വലി ഇതിപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് അച്ചീവ്മെന്റ് മോട്ടീവായിട്ടാണ് തോന്നിയത്. ടു പെർഫോം എക്സലൻ്റ്ലി, ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യുക, ആൻഡ് കോമ്പറ്റേറ്റീവ് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷനിൽ സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, സോ യു ഓൾ ഹാവ് ടു ലേൺ ദാറ്റ്. എന്താണ്? നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യം, ഇപ്പം നിങ്ങളൊരു ജോലിക്ക് കയറുമ്പോഴും ആരും അതിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് ചെയ്യുക, പ്ലസ് അതിനെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഈ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ യു ഹാവ് ടു ലേൺ ടു ഡീൽ തിങ്സ് ഇൻ എ എന്താ പറയുക, വെരി സക്സസ്ഫുൾ മാനർ. സോ അതാണ് അച്ചീവ്മെന്റ് മോട്ടീവ്. ആരുടെ കോൺസെപ്റ്റ് ആണ്? ഡേവിഡ് സി മക്ലൻഡിന്റെ. മൂന്നാമത്തേതാണ് അഫിലിയേഷൻ മോട്ടീവ്. എന്തായിരിക്കും? നമുക്കറിയാം എംപ്ലോയീസ് എസ്പെഷ്യലി അറ്റ് ദ ലോവർ ലെവൽസ് ഓഫ് ORG എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആട്ടോ, ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്. സോ എംപ്ലോയീസ് എസ്പെഷ്യലി അറ്റ് ദ ലോവർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല ഹൈറാർക്കീസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എടുക്കുക, നിങ്ങൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ പോകുന്ന ഈ മിഡാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എടുത്താൽ നമ്മൾ പറയും വർക്കേഴ്സ് എന്നൊരു ഗ്രൂപ്പ് കാണും, മാനേജേഴ്സ് കാണും, പിന്നെ അവിടെ എന്താ പറയുന്നത് മാനേജേഴ്സ് കാണും, വൈസ് പ്രസിഡൻസ് കാണും, പ്രസിഡന്റ് കാണും. ഒരു സിമ്പിൾ ഹൈറാർക്കി ഇങ്ങനെയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ലോവർ ലെവൽസിലുള്ളവരെ എപ്പോഴും കൂടുതൽ അവരുടെ ആഗ്രഹം, ദേ ഹാവ് എ സ്ട്രോങ് ഡിസയർ ടു ബിലോങ് ടു, അക്സെപ്റ്റഡ് ബൈ അതർ എംപ്ലോയീസ്. എന്ന് വെച്ചാൽ എന്നെ എല്ലാവരും സ്നേഹിക്കണം, എന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ പറയുന്നത് എന്നെ എല്ലാവരും ഉൾക്കൊള്ളണം എന്നുള്ളൊരു ധാരണയായിരിക്കും. അതായത് ഈ ലോവർ ലെവലിൽ ഉണ്ടെന്നാണ് പറയുന്നത്. സോ പീപ്പിൾ വിത്ത് എ ഹൈ നീഡ് ഫോർ അഫിലിയേഷൻ, ഇങ്ങനെയുള്ളവർക്ക് they exhibit a high degree of concern for social relationship. അങ്ങനെയുള്ളവർക്ക് എന്താ പറയുന്നത് മറ്റു സോഷ്യൽ ഇൻട്രാക്ഷൻസും റിലേഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ടാസ്കിനേക്കാൾ കൂടുതൽ, നിങ്ങൾ എപ്പോഴും OBയിൽ കേൾക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ടാസ്ക് ഓറിയന്റഡും പീപ്പിൾ ഓറിയന്റഡ് എന്ന് പറയും. ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും ഇപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. I am more into a task oriented people. എൻ്റെ അടുത്ത് പിള്ളേർ കഴിഞ്ഞ ദിവസം പറഞ്ഞ സിൻസ് ദിസ് ഇസ് എന്താ പറയുക, ലീവ് ഇറ്റ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഞാൻ കൂടുതലും ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പഠിക്കേണ്ടത് എന്താണ്, I am more into this task, whereas our HOD ഈസ് മോർ കൺസേൺ വിത്ത്, അല്ലേ? അച്ഛൻ എപ്പോഴും എന്താണ് കുറച്ചും കൂടെ നിങ്ങളുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, അച്ഛൻ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണ് നിങ്ങളുടെ അടുത്ത്. ഹി ഓൾവേസ് വെരി കൺസിഡറേറ്റീവ് ആണ്. സോ ഹി ഹാസ് എ മോർ കൈൻഡ് ഓഫ് എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്പിനോട് കുറച്ചും കൂടെ. അപ്പം ഇറ്റ്സ് എ കൈൻഡ് ഓഫ്, അല്ലേ, ഹൈറാർക്കിയിൽ നോർമലി ലോവർ ലെവൽസിലാണ്. പക്ഷെ നമ്മുടെ ഒരു സിനാരിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്. സോ people who are more with this affiliation motive are more concerned with the social relationship. Okay, and managers with strong need for affiliation tends to create congenial
work environments where people enjoy working together. So normally, you know, ഇവിടുന്ന് പഠിച്ചു പോകുന്ന പി ജി കുട്ടികൾ എപ്പോഴും പറയും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണം. Why? Because they tend to see the congenial working space in our department. So people have that inclination, okay, I also have to be a part of this, അല്ലേ? അതായത് നല്ല ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആണ് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ഇവിടെ വർക്ക് ചെയ്യണമെന്നൊരു തോന്നുന്നത്. സോ ബിക്കോസ് ഓഫ് ദ മാനേജർ, നമ്മുടെ മാനേജർ ആരാണ്? അവർ HOD. സോ സിൻസ് ഹീ ഹാസ് എ നീഡ് ഫോർ അഫിലിയേഷൻ സ്ട്രോങ്ങർ ആയതുകൊണ്ട് ഹീ ക്രിയേറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ്, അപ്പം മാനേജേഴ്സ് വിത്ത് സ്ട്രോങ് നീഡ് ഫോർ അഫിലിയേഷൻ ഉള്ളവർ കുറച്ചും കൂടെ കൺജീനിയൽ, കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടൊരു വർക്ക് എൻവയോൺമെന്റ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് അഫിലിയേഷൻ മോട്ടീവ്. അടുത്താണ് സെക്യൂരിറ്റി മോട്ടീവ്. എന്താണ് സെക്യൂരിറ്റി മോട്ടീവ്? എന്താണ്? rather than just to avoid insecurity, people try to avoid insecurity, അല്ലെ? നമുക്ക് ഇൻസെക്യൂരിറ്റി നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും, ഇൻസെക്യൂരിറ്റി നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കിപ്പം ചില കാര്യങ്ങൾ, ഇപ്പം നാളെ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമായിരിക്കും. എന്തിനാണ്? ഓക്കെ, നാളെ മിസ്സിന് ഒരു അസൈൻമെന്റ് പറഞ്ഞത് വെക്കാതിരിക്കേണ്ട. സോ യു ആർ ട്രൈങ് ടു അവോയ്ഡ് ഇൻസെക്യൂരിറ്റി. ഇനി സെക്യൂരിറ്റി എന്താണ്? കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോകുന്നത്, ഓക്കെ എനിക്ക് പഠിക്കണം, എനിക്ക് നല്ല സ്കോർ കിട്ടണം എന്നുള്ളത് ദാറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ഫോർ സെക്യൂരിറ്റി ആണ്. വേറസ് മിസ് പിടിച്ച് മിസ്സിന് പണിഷ് ചെയ്യേണ്ട, എന്തിനാ വെറുതെ എന്നോർത്ത് ടു അവോയ്ഡ്, ആ ഒരു പെയിൻ അവോയ്ഡ് ചെയ്യാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യു ആർ ട്രൈങ് ടു അവോയ്ഡ് ഇൻസെക്യൂരിറ്റി. സോ സെക്യൂരിറ്റി മോട്ടീവിനകത്ത് ഇത് രണ്ടും ഉണ്ട്. അറ്റംപ്റ്റ് ടു അച്ചീവ് സെക്യൂരിറ്റി ഉണ്ട്, അറ്റംപ്റ്റ് ടു അവോയ്ഡ് ഇൻസെക്യൂരിറ്റി ഉണ്ട്. സോ സെക്യൂരിറ്റി മോട്ടീവ് ഹെൽപ്സ് പീപ്പിൾ സേഫ് ഗാർഡ് ദംസെൽഫ്. കണ്ടോ? അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് ക്ലാസ് കേൾക്കുന്നത് എന്തിനാണ്? നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. നാളെ ഇന്റേണൽ ഇടുമ്പോൾ അതൊരു പ്രശ്നമാവണ്ട, അല്ലെങ്കിൽ അങ്ങനെ യു ആർ ട്രൈങ് ടു സേഫ് ഗാർഡ് യുവർ സെൽഫ്. അപ്പോൾ അൺഫേവറബിൾ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യും ആൻഡ് അവോയ്ഡ് സിറ്റുവേഷൻ ദാറ്റ് വുഡ് പ്രിവെന്റ് ദം ഫ്രം റീച്ചിങ് ദർ. അപ്പോൾ നിങ്ങൾക്ക് അൺഫേവറബിൾ, ഇനി ഇന്റേണലിന് മാർക്ക് കുറയ്ക്കേണ്ട, കാരണം ഞാൻ അസൈൻമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റേണൽ എക്സാമിന് അങ്ങനെ വരുന്നതും, പ്ലസ് രണ്ടാമത്തെ എന്താണ്? ഹെൻസ് നിങ്ങളുടെ ഗോൾ, നല്ല മാർക്ക് കിട്ടുക എന്നുള്ള ഗോളിൽ നിന്ന് നിങ്ങൾ പ്രിവെന്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റിയിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. സോ സെക്യൂരിറ്റി മോട്ടീവ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു അറ്റംപ്റ്റ് ടു അച്ചീവ് സെക്യൂരിറ്റി ഉണ്ട്, അവോയ്ഡ് ഇൻസെക്യൂരിറ്റി ഉണ്ട്. സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് അസ് ടു സേഫ് ഗാർഡ്, നമ്മളെ തന്നെയാണ് അത് സേഫ് ഗാർഡ് ചെയ്യുന്നത്. നമ്മൾ സെക്യൂർ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ രക്ഷപ്പെടുന്നത് ഫ്രം അൺഫേവറബിൾ ഡെവലപ്മെന്റ്സ് ആൻഡ് അവോയ്ഡ് സിറ്റുവേഷൻസ് ദാറ്റ് പ്രിവെന്റ് ദം ഫ്രം റീച്ചിങ് ദെയർ ഗോൾസ്. ഓക്കെ, മനസ്സിലായി സെക്യൂരിറ്റി മോട്ടീവ്? അടുത്താണ് സ്റ്റാറ്റസ് മോട്ടീവ്. ഓൾറെഡി നിങ്ങൾ പലതരം സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് സോഷ്യൽ സൈക്കോളജിയിൽ. സ്റ്റാറ്റസ് മോട്ടീവ് എന്താണ്? ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു ദ റാങ്ക്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന റാങ്കിനെയാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വിത്തിൻ ദ ഗ്രൂപ്പിൽ. ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റാങ്ക് അല്ലെങ്കിൽ പൊസിഷൻ ആയിരിക്കും. അതൊരു ഇൻഡിവിജ്വലിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ഗ്രൂപ്പിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ അതൊരു ഓർഗനൈസേഷൻ്റെ ആയിരിക്കും. ഇപ്പം നമ്മുടെ കോളേജിലാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളെ അസസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ ബേസ് ചെയ്ത് പൊസിഷനിങ്ങോ റാങ്കിങ്ങോ കൊടുക്കുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ലെവലായിരിക്കും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലില്ലേ, അതായത് നിങ്ങൾ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്, അതൊരു ഗ്രൂപ്പ് അല്ലേ? നമ്മൾ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവാർഡ് മേടിക്കുക എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ ഒരു പൊസിഷനിങ് അല്ലെ, റാങ്കിങ് ആണ്. ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഇപ്പം നാക്കിനൊക്കെ അക്രഡേഷന് പോകുമ്പോൾ അവിടെ ആക്ച്വലി റാങ്കിങ് ഇല്ലെങ്കിൽ പോലും നമ്മളിപ്പം NIRF റാങ്കിങ് എന്നൊക്കെ പറയും, 1, 2, 3, 4 ബെസ്റ്റ് 10 കോളേജസ്, 100 കോളേജസ്. സോ ദാറ്റ് ഈസ് ആൻ ഓർഗനൈസേഷണൽ ലെവലാണ്. സോ ഇത് ചിലപ്പം ഈ പൊസിഷൻ ആൻഡ് റാങ്കിങ് ചിലപ്പം ഹൈയും ആകാം ലോവും ആയ, അതിനെയാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് എ പൊസിഷൻ ഓർ റാങ്ക് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ. ഇറ്റ് ക്യാൻ ബി ഹൈ ഓർ ലോ. And status is influenced by the prevailing cultural values. അപ്പോൾ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ, അതായത് കൾച്ചർ എന്ന് പറഞ്ഞാൽ യു ഷുഡ് നോട്ട് തിങ്ക് കേരള കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ, അങ്ങനെയല്ല. കോമൺ പ്രാക്ടീസസ് വിത്തിൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഈ എക്സിസ്റ്റിംഗ് കൾച്ചറിലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ റാങ്കും സ്റ്റാറ്റസും ഒക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ദറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഡിഫറെൻറ്റ് റൂൾസ്. അപ്പം നമ്മുടെ റൂൾസിനെ ബേസ് ചെയ്തിട്ടും കൾച്ചറൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുമാണ് ഈ സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് വി ഓൾ ഹാവ് എ ടെൻഡൻസി ഫോർ ദിസ് സ്റ്റാറ്റസ്. നമുക്ക് എല്ലാവർക്കും ആ ഒരു പൊസിഷനിങ്ങിനും റാങ്കിങ്ങിനോടും നമുക്കൊരു മോട്ടീവ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ദീസ് ആർ ലേൺഡ് ആണ്.
മനസ്സിലായോ? കാരണം ജനിച്ചു വീഴുന്ന ഒരു കൊച്ചിന് സ്റ്റാറ്റസ് മോട്ടീവ് ഇല്ല, സെക്യൂരിറ്റി മോട്ടീവ് ഇല്ല. അത് ആരുടെ കൂട്ടത്തിൽ വേണേലും പോകും ഇല്ലേ? അല്ലാണ്ട് ഇന്ന ആള് പോയാൽ ഇപ്പം നമ്മൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം നിങ്ങളുടെ അടുത്ത് ട്രെയിനിൽ വെച്ച് ഒരാൾ മിഠായി തന്നാൽ നമ്മളൊക്കെ മേടിക്കാനൊന്നും ഭയക്കുമോ? എന്താ വാട്ട് ഇഫ് ഇതിനകത്ത് വല്ല മയക്കുമരുന്നും ഉണ്ടോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണോ? സോ ദാറ്റ് ഈസ് സെക്യൂരിറ്റി മോട്ടീവ് ആണ് അവിടെ ആക്ടിവേറ്റ് ആവുന്നത്. സ്റ്റാറ്റസ് മോട്ടീവ് എന്താണ്? നമുക്ക് പഠിക്കണം. ഇപ്പം വോട്ട് യു വാണ്ട് ടു ബിക്കം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ആരും ശ്രദ്ധിക്കാത്ത ഞാനൊരു മൂലയിലിരിക്കുന്നത് നല്ലല്ലോ നമ്മൾ പറയുന്നത്. ഐ നീഡ് ടു ബി എ സക്സസ്ഫുൾ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് നിങ്ങൾക്ക് എല്ലാവരുടെ ഉള്ളിൽ സ്റ്റാറ്റസ് മോട്ടീവ് ഉള്ളതുകൊണ്ട്. ആൻഡ് അഫിലിയേഷൻ മോട്ടീവ് പറഞ്ഞു, പവർ പറഞ്ഞു, അച്ചീവ്മെന്റ് പറഞ്ഞു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ദീസ് ആർ ദ മോട്ടീവ്സ്. ഏതൊക്കെയാണ്? പ്രൈമറി, ജനറൽ, സെക്കൻഡറി. പ്രൈമറി ഈസ് ലേൺഡ്, unlearned and physiological based ആണ്, and it is common to all the individuals. Basically we have the same physiological makeup ഉള്ളതുകൊണ്ട്. ജനറൽ എന്ന് പറഞ്ഞാൽ നോട്ട് ലേൺഡ് ആണ്, പക്ഷെ ഫിസിയോളജിക്കൽ ആണ്. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ടെൻഷൻ. സം ഓഫ് ദം ആർ ക്യൂരിയോസിറ്റി, മാനിപ്പുലേഷൻ, ആക്ടിവിറ്റി. സെക്കൻഡറി മോട്ടീവ്സിൽ വരുന്ന മെയിൻ 3 എന്ന് പറയുന്നത് നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. അതിനെ ഷോർട്ട് ഫോമിൽ പറയുന്ന പേരാട്ടോ എൻപോ. എൻപോ എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ പവർ, എനാക് എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ അച്ചീവ്മെന്റ്, ആൻഡ് എനാഫ് എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ അഫിലിയേഷൻ, വിച്ച് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ കമന്റ് സെക്ഷൻസ്. ഓക്കെ, ബിക്കോസ് അതൊരു തിയറിയുടെ പാർട്ടായതുകൊണ്ട്, മെക്കലന്റെ തിയറിയുടെ പാർട്ടായതുകൊണ്ട്. പിന്നെയുള്ള വേറെ 2 നീഡ്സ് ആണ് സെക്യൂരിറ്റി മോട്ടീവും സ്റ്റാറ്റസ് മോട്ടീവും. ഓക്കെ, ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. വിത്ത് ദിസ് വിൽ ബി കൺക്ലൂഡിംഗ് ദിസ് സെഷൻ, ദാറ്റ് ഈസ് ഡിറ്റർമിനൻസ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് ക്ലാസ്സിൽ പറഞ്ഞത്? നമ്മൾ മീനിങ് പറഞ്ഞു, എന്താണ് മോട്ടിവേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? എലമെന്റ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു എലമെന്റ്സ്? നീഡ്, ഡ്രൈവ്, ഇൻസെൻറ്റീവ്. പിന്നെ നമ്മൾ അതിൻ്റെ കമ്പോണൻസ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഡിറക്ഷനും ഇൻറ്റൻസിറ്റിയും പറഞ്ഞു. പിന്നെ മോട്ടീവ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ജനറൽ മോട്ടീവ്സ് പറഞ്ഞു. ഇനിയുള്ള ഒരു സാധനമാണ്, ബിക്കോസ് സിൻസ് വി ആർ ഡീലിംഗ് ദിസ് മോട്ടിവേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് OB അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, വി നീഡ് ടു നോ വാട്ട് ഈസ് എ പെർഫോമൻസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് പെർഫോമൻസ്. ബേസിക്കലി ഈ മോട്ടിവേഷൻ എന്തിനെയാണ്? പെർഫോമൻസിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ? ഒരാളുടെ പെർഫോമൻസിൽ നിന്നാണ് നമുക്ക് അവരുടെ മോട്ടിവേഷനും അവരുടെ എന്താ പറയുന്നത് വർക്കും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. സോ വാട്ട് ഈസ് പെർഫോമൻസ്? അതിൻ്റെ ഡിറ്റർമിനൻസ് എന്താണെന്നാണ് പറയുന്നത്. ഈ പെർഫോമൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സും ഒന്ന് സിറ്റുവേഷൻ റിലേറ്റഡ് ഫാക്ടേഴ്സും. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. പേഴ്സന്റെ ഫാക്ടേഴ്സും പേഴ്സണിനെ പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും കൂടെ കൂടുന്നതാണ് പെർഫോമൻസിലേക്ക് തരുന്നത്. പേഴ്സന്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നോക്കി. ഒന്നാമത്തേതാണ് എബിലിറ്റി, രണ്ടാമത്തേതാണ് മോട്ടിവേഷൻ, മൂന്നാമത്തേതാണ് ആക്യുറേറ്റ് റോൾ പെർസെപ്ഷൻസ്. ഈ 3 കാര്യങ്ങളും കൂടെ കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എബിലിറ്റിക്കകത്ത് വരുന്നത് എന്തൊക്കെയാന്ന് നോക്കി. ഒരാളുടെ നോളജ്, സ്കില്ല്, റിസപ്റ്റീവ്നെസ് ടു ലേണിംഗ് ദാറ്റ് എ പേഴ്സൺ ബ്രിങ്സ് ടു എ ടാസ്ക് ഓർ എ ജോബ്. അപ്പം ഒരാളുടെ എബിലിറ്റി എന്ന് പറഞ്ഞ് ഈ കോണ്ടെക്സ്റ്റിൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നോളജ്, നിങ്ങൾക്ക് പഠിച്ചു കിട്ടുന്ന നിങ്ങളുടെ അറിവ്. സ്കിൽ, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു നമ്മൾ പറയില്ലേ വൈഭവം എന്നൊക്കെ പറയുന്നതാണ് സ്കിൽ. മറ്റേത് പഠിച്ചു കിട്ടുന്നതാണ്. സ്കിൽ എന്ന് പറയുന്നത് ഇപ്പം ഡാൻസിങ് ഒക്കെ ഒരു സ്കില്ലാണ്. നോളജ് എന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ OB പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നോളജ് ആണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു ലീഡർഷിപ്പ് സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്നത് ബേസിക്കലി അതൊരു സ്കില്ലാവാം. റിസപ്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ്, അതാണ് റിസപ്റ്റീവ്നെസ്. ടു ലേണിംഗ് ദാറ്റ് എ പേഴ്സൺ ബ്രിങ്സ് ടു. അപ്പം ഇത് 3ഉം കൂടെ എങ്ങനെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാം, ഒരു ടാസ്കിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം, അത് നിങ്ങളുടെ എബിലിറ്റിനെയാണ്. നിങ്ങളുടെ അറിവും നിങ്ങളുടെ കഴിവും നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ സ്വീകരിക്കാവുന്ന ഒരു മനസ്സും ഇതെല്ലാം കൂടെ നിങ്ങളൊരു ടാസ്കിലേക്ക് ഒരു വ്യക്തി കൊണ്ടുവരുന്നത് നിങ്ങളുടെ എബിലിറ്റിനെയാണ് കാണിക്കുന്നത്. സോ നോളജ് എന്ന് പറഞ്ഞാൽ വാട്ട് എ പേഴ്സൺ നോസ്. സ്കിൽ ഈസ് ദർ കപ്പാസിറ്റി, അത് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള നിങ്ങളുടെ കപ്പാസിറ്റി. ആൻഡ് റിസപ്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ദ ഫങ്ഷൻ ഓഫ് ഹൗ ക്വിക്ക്ലി എ പേഴ്സൺ അക്വയർസ് ന്യൂ നോളജ്. ഇപ്പം 3 എണ്ണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? നോളജ് എന്ന് പറഞ്ഞാൽ എന്ത് അയാൾക്ക് അറിയാം. സ്കിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ കപ്പാസിറ്റിയാണ്, അയാളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കുള്ള എല്ലാവർക്കും പഠിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പം സെമിനാർ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അറിവുള്ള എല്ലാവർക്കും. സോ വായിച്ച് കിട്ടുന്നത് നോളജ് അയാൾക്കറിയാം, പക്ഷെ അയാൾക്ക് അത്
ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടോ, സെമിനാർ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അയാളുടെ കപ്പാസിറ്റി. ആൻഡ് റിസപ്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഹൗ ക്വിക്ക്ലി. അപ്പം ചില ആൾക്കാർക്ക് നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ തന്നെ പടപടേന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ ദാറ്റ് ഈസ് ദ റിസപ്റ്റീവ്നെസ്. ഇത് മൂന്നും ഒരാളുടെ എബിലിറ്റിയാണ്. ഇത് ഉറപ്പായിട്ടും പെർഫോമൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ആക്യുറേറ്റ് റോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ വെൽ ആൻ ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡ്സ് ദെയർ ഓർഗനൈസേഷണൽ റോൾ. ദിസ് ഇൻക്ലൂഡ്സ് ഗോൾസ്. ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് വിത്തിൻ ആ പ്ലേസിൽ അവരുടെ റോൾ എന്താണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പം നമ്മളൊരു മാനേജറിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം പറയാം, അല്ലെങ്കിൽ എൻ്റെ അതോറിറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഐ ഷുഡ് ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അല്ലേ? എങ്കിലേ എൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. ഞാനിങ്ങനെ ഇവരെന്താ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഐ വുഡ് നോട്ട് പെർഫോം അപ് ടു ദ ലെവൽ. സോ it refers to how well an individual understands there. അപ്പം നമ്മൾ നമ്മുടെ റോള് എത്ര നന്നായിട്ട് മനസ്സിലാക്കുന്നു. this include the goals or the outcome the person is expected. അപ്പോൾ this is based on, ഇതിനകത്ത് എന്തുണ്ട്? ഗോൾ എന്താണ്? ഇപ്പം എൻ്റെ ആഗ്രഹം ഞാനൊരു നല്ല ടീച്ചർ എന്നറിയപ്പെടാനാണ്, അതാണ് എൻ്റെ ഗോൾ എങ്കിൽ എൻ്റെ അടുത്ത് അച്ഛനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറയുന്ന കറക്ഷൻസ് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കണം. അവരെന്നിൽ നിന്ന് ഓക്കെ കാർത്തമിസ് ഇതാണ്, എൻ്റെ റോൾ ഇതാണെന്ന് പറയുമ്പോൾ ഐ ഷുഡ് ഇമ്മീഡിയറ്റ്ലി എനിക്കത് മനസ്സിലാക്കാൻ പറ്റണം. only then I will reach the goal and the process by which the goal will be achieved. ഇത് രണ്ടും എൻ്റെ ആക്യുറേറ്റ് റോൾ പെർസെപ്ഷനിലാണ്, അല്ലേ? if I have to be a good teacher, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ റോള് ഞാൻ നന്നായിട്ട്, എൻ്റെ ഗോൾ അതാണെങ്കിൽ ആ ഗോൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ റോൾസ് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കണം. പ്ലസ് ഞാൻ എടുക്കുന്ന പ്രോസസ്സ്, ഐ ഹാവ് ടു ടീച്ച് വെൽ, ഐ ഹാവ് ടു ഇൻട്രാക്ട് വിത്ത് യു ഗൈസ് വെൽ. ഇതെല്ലാം അതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. only when the goal will be achieved. സോ ഇത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്? ആക്യുറേറ്റ് റോൾ പെർസെപ്ഷൻ. സോ ടീച്ചർ എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിപ്പീര് മാത്രമാണ്, ഐ വിൽ ബി ടീച്ചിങ് യു വെരി വെൽ, ബട്ട് that does not make me a good teacher, right? You will be very എന്താ പറയുന്നത്, very rarely you will love such a teacher who will be only focusing on academics. From my experience, this is been told, okay? Rather people will be more into that process, അല്ലെ? ഒരു ടീച്ചിങ്ങിൽ പല ഫാക്ടേഴ്സിൽ ഫോക്കസ് ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. സോ ദ പ്രോസസ്സിനും ഗോളിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഓർഗനൈസേഷണൽ റോൾ നിങ്ങൾ നന്നാവുന്നത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ എനർജി വേണം, ഒരു ഡിറക്ഷൻ വേണം, സസ്റ്റെയിൻ. നിങ്ങൾ ചെയ്യുന്ന സാധനത്തിനെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തണം. ഇത് മൂന്നും, മോട്ടിവേഷനും ആക്യുറേറ്റ് റോൾ പെർസെപ്ഷനും എബിലിറ്റിയും ഉണ്ടെങ്കിൽ അതൊരു പേഴ്സൺ ഫാക്ടർ ആകും. ഒരാളുടെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? എബിലിറ്റി, ആക്യുറേറ്റ് റോൾ പെർസെപ്ഷൻ, മോട്ടിവേഷൻ. ഇനി പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സിറ്റുവേഷൻ. സിറ്റുവേഷൻ എന്താണ്? സാഹചര്യങ്ങൾ, എൻവയോൺമെന്റൽ കൺസ്ട്രെയിൻസ് ആൻഡ് ഫെസിലിറ്റേറ്റേഴ്സ്. നമുക്കറിയാം നമ്മുടെ എൻവയോൺമെന്റിൽ ബോത്ത് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് കാര്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പഠിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് ഇങ്ങനെ ലൈവ് ക്ലാസ്സസ് എടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ കൺസ്ട്രെയിൻ എന്താണ്? ഞാനിപ്പോൾ ലീവിലായതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. അതാണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. പ്ലസ് ഫെസിലിറ്റേറ്റേഴ്സും ഉണ്ട്. ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഇതേ നോക്കി ഇതുപോലെ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അതെന്നെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. സോ എന്നെ സഹായിക്കുന്ന ഫാക്ടേഴ്സും ഉണ്ട്, എന്നെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ വെക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. സോ ദെയർ ആർ കൺസ്ട്രെയിൻസ് ആസ് വെൽ ആസ് ഫെസിലിറ്റീസ്. ബോത്ത് ബിലോങ് ടു ദ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇത് രണ്ടുമാണ് എൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എബിലിറ്റി, എൻ്റെ നോളജും ഒക്കെ, പ്ലസ് എൻ്റെ മോട്ടിവേഷൻ, പ്ലസ് എൻ്റെ ആക്യുറേറ്റ് റോൾ പെർസെപ്ഷൻ, എൻ്റെ സിറ്റുവേഷൻ, ഇതാണ് ആസ് എ ടീച്ചർ എൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി ഒരു ചെറിയ കോൺസെപ്റ്റും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. വാട്ട് ഈസ് പെർഫോമൻസ് എൻവയോൺമെൻറ്റ്? Okay, so it refers to the factors that impact employees' performance but are essentially out of their control. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഇപ്പം എൻ്റെ ഈ എൻവയോൺമെൻറ്റിൽ ഇപ്പം ഞാൻ ഭയങ്കര സ്കില്ലും നോളജും റിസപ്റ്റീവ്നെസ്സും ഒക്കെ ഉള്ള ഒരാളാണല്ലോ, ആക്യുറേറ്റ് എല്ലാം ഭയങ്കര ഇതാണ്. പക്ഷേ എൻ്റെ എൻവയോൺമെൻറ്റ് അത് എൻ്റെ ഇപ്പം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൊറോണ വന്നു. നിങ്ങളെ പ്ലസ് ടുവിലോ അല്ലെങ്കിൽ പഠിപ്പിച്ച ചില ടീച്ചേഴ്സൊക്കെ ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് പഠിപ്പിക്കാൻ സ്കില്ലുള്ളവരായിരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ആ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഈ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അവിടെ എന്താ സംഭവിച്ചത്?
there were some certain essential factors ഉണ്ടായിരുന്നു which is out of control, but that impacted employees' performance. So many environmental factors influence performance, some facilitate, some constraint. ഇതിനെയാണ് നമ്മൾ പെർഫോമൻസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതാണ് സിറ്റുവേഷണൽ ഫാക്ടറിനെ പറയുന്നത്. ഓക്കെ, സോ ഈ പെർഫോമൻസ് എൻവയോൺമെന്റും നമ്മുടെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനാണ് ഞാൻ പറഞ്ഞ കൊറോണയുടെ സമയത്തെ കാര്യം പറഞ്ഞത്. നിങ്ങൾ ഓർത്താൽ മതി, ചില ആൾക്കാരുടെ ചിലർക്ക് അവർക്ക് എബിലിറ്റി ഇല്ലാത്തതുകൊണ്ടോ നോളജ് ഇല്ലാത്തതുകൊണ്ടോ സ്കിൽ ഇല്ലാത്തതുകൊണ്ടോ അല്ല, പക്ഷെ സം ഫാക്ടേഴ്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വീട്ടിലിരിക്കുന്നത് മെറ്റേണിറ്റിക്കാണല്ലോ. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇഫ് ഇപ്പം നിങ്ങളിപ്പോൾ ചിലർ പറയുമായിരിക്കും, ഇപ്പം നോർമലി കുട്ടികൾ പറയുന്ന ഒരു കമൻറ്റാണ്, തേർഡ് ഇയറിലാവുമ്പോൾ മിസ് ഫസ്റ്റ് ഇയറിൽ പഠിപ്പിക്കണ പോലെ അല്ല പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഫാക്ടർ എന്താണ്? എൻവയോൺമെൻറ്റ് ഇതാണ്. നിങ്ങൾക്ക് പണ്ട് ഒരു തിയറി ആണെങ്കിൽ ഇപ്പം 5 തിയറി ഉണ്ട്. 5 തിയറിയും കൂടെ നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. യു ഹാവ് ടു ബി വെരി ബ്രീഫ്. ഐ നോ ഇപ്പം ഞാൻ സ്പീഡിൽ പറയുന്നത് പോലും എന്തിനാണ് 30 മിനിറ്റ്സിൽ തീർക്കണം എന്ന്, ബട്ട് നൗ ഐ ഹാവ് ക്രോസ്ഡ് ഇറ്റ്. That is a constraint. Okay, so performance environment which belongs to the environmental situational factors plus person factors കൂടെ കൂടുന്നതാണ് പെർഫോമൻസിലേക്ക് നയിക്കുന്നത്. I hope it's clear. If there is any doubt, please feel free to contact me. Okay, thank you, and the next session will be based on the theories of motivation. Thank you.